പിന്നെ പൂരാടം നീ എന്തോ ഇവിടെ നിന്നൊരു വെല്ലുവിളി നടത്തിയല്ല. ഇവര് തമ്മിൽ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ നീ എന്റെ വിരളിൽ എന്തോ പിന്നെ അണിയിച്ചു തരാന്ന് പറഞ്ഞല്ലോ. തടേ എന്ത് ഇനിയിപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞത് തന്നെ ഒരു തരാം. ഒരു കൊടുക്കണം. ഇട്ട് കൊടുത്തല്ലോ. പൂരാടം നീ വാ. നീ ഒന്ന് തോറ്റ് കാണണമെന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. പിന്നെ ഈ മോതിരം, ഇത് കല്യാണ സമയത്ത് നിന്റെ പെണ്ണുമ്പിള്ള നിനക്കടിച്ചു എന്ന കല്യാണ മോതിരം, അതിന് എൻ്റെ വിരളിൽ കിടന്നുണ്ടല്ലോ വേറെ കഥകളുണ്ടായിട്ട് നിന്റെ വീട്ടിൽ പ്രശ്നമായി നിന്റെ ഭാര്യ നിന്റെ നോക്കങ്ങയ്ക്ക് പിടിക്കാനും അത് പരിഹരിക്കാൻ ഇനി ഞാൻ വരാനും. അതുകൊണ്ട് തൽക്കാലം ഇത് നീ തന്നെ അങ്ങ് വെച്ചോ. വേണ്ട വെച്ചോ. ഒരാളെ ആളും തരം കണ്ട് വെല്ലുവിളിക്കണം കേട്ടാ. ആ നായരെ എല്ലാവർക്കും നല്ല അടിപൊളി ഓരോ ചായ കൊടു. പോരാടത്തിന്റെ കളി എന്നോട് അല്ലേ? അളിയനെ ഞാൻ സമ്മതിച്ചു. അല്ല ഈ ഇന്ത്യൻ പാകിസ്ഥാനെ പോലെ ഇരുന്ന ഇമാരെ അളി എങ്ങനെ ഒന്നാക്കിയെന്നുള്ളതാണ്. അൻസാറേ, ഇതിലും വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളവനാണ് ഈ ക്ലിറ്റസ് മത്തായി. സുരേഷ് ആരാ? ഒന്ന് വന്നേ. സുരേഷേ, ഞാൻ ഇച്ചിരി കാര്യഗൗരവമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണാമെന്ന് വെച്ചത്. എന്താ? ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന കാര്യം നീ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കണം. നീയും നിന്റെ അനിയനും ബാബുവും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. അവന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് പോലെ തുടങ്ങി ആണല്ലോ. അതിന് മുന്നേ വരെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ സ്നേഹമായിരുന്നു. അതെ ഇല്ലേ? അവന് വേണ്ട ബഹുമാനം നിനക്ക് തരുമായിരുന്നു. നീ തിരിച്ചും അതുപോലെ കൊടുക്കുമായിരുന്നു. സുരേഷേ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പെണ്ണ് കാണാൻ പോയ പെണ്ണ് അവനെ ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിച്ചു, അവർ ജീവിച്ചു തുടങ്ങി. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം നിൻ്റെ അനിയൻ ബാബു അന്നത്തെ ഒരാവശ്യത്തിൽ കല്യാണത്തിൽ സമ്മതിച്ചു, കല്യാണം കഴിച്ചു, ജീവിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സന്തോഷമെന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത്രയും വൃത്തികെട്ട ഒരു പെണ്ണാണ് അവളെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആണ് സാറേ. അവള് എന്ന് വന്ന് കയറി അന്ന് തുടങ്ങിയ കഷ്ടകാലം അവന്റെ കഷ്ടകാലം സ്വഭാവം മാറി. സമ്മതിച്ചല്ലോ, നീ സമ്മതിച്ചല്ലോ. അപ്പോൾ സുരേഷ്, നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. നീയാണ് അവളെ കല്യാണം കഴിച്ച് നിന്റെ തലയിലായിരുന്നെങ്കിൽ നീ ഇപ്പൊ അനുഭവിക്കുമായിരുന്നു, ഇല്ലേ? എന്റെ തലയിൽ അങ്ങനെ ആയെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞ ആണല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇപ്പം ഈ ബാബു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ബാബു നിന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തത്, അവൻ നിന്നെ ഒരു സഹായം ചെയ്യുകയല്ലേ ചെയ്തത്. അങ്ങനെയുള്ള ബാബുവിന് 1.5 മീറ്റർ വഴിയല്ല, ഒരു റോഡ് തന്നെ എഴുതി കൊടുത്താൽ പോലും ഒരു കുഴപ്പമില്ല. സത്യോ നേതാവ്, സത്യോ. എൻ്റെ അനിയനെ ഇനി ഞാൻ ഒരു കാരണവശാലും നോവിക്കൂല. നോവിക്കരുത്. ഇല്ല, ലോല ഹൃദയനാണ്, ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല നേതാവേ, അങ്ങ് പോയാ എൻ്റെ അനിയൻ എൻ്റെ ജീവനാ നേതാവേ. വാക്കാണ്, വാക്ക. വിശ്വസിക്കാം. എങ്കിലും അളിയനെ ഞാൻ സമ്മതിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നായരെ, പിള്ളേർക്ക് ചായ മാത്രം ആക്കണ്ട, പൊറോട്ടയും ബീഫും കൂടെ കൊടുത്തോ. പിന്നെ അതിന്റെ കാശ് ആരെന്ന് വാങ്ങണ്ട, അത് ബാബു സുരേഷും തരും.